ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വീണ്ടും മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ ഈ അവസരത്തിനായി നമുക്ക് നന്ദി പറയാം. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 103 സങ്കീർത്തനം 19 തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും സമസ്ത വസ്തുക്കളും നമ്മുടെ ദൈവത്തിന്റെ രാജകീയമായ അധികാരത്തിൻ കീഴിലാണ്. ഈ തിരുവചനത്തിലൂടെ വെളിപ്പെട്ട അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദൈവമക്കളും വളരെ ആനന്ദത്തോടെ കർത്താവിന്റെ തിരുനാമത്തെ പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാന്നിധ്യം പിതാവേ ഞങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സാധിക്കുന്ന എല്ലാവരും കരമടിച്ച് ഉണർവോടെ ഈ ഗാനം ഏറ്റുപാടി പരിശുദ്ധ ത്രിത്വത്തെ സ്തുതിച്ചു മാറ്റപ്പെടുന്നത്. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ, യേശുനാഥന്റെ വാഗ്ദാനം ചേർന്ന് പാടാം. സ്വർഗീയ ചൈതന്യമേ, ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. ഒന്ന് ആഗ്രഹിച്ചേക്ക് പറഞ്ഞേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, പരിശുദ്ധാത്മാവ് വരിക, ഞങ്ങൾ അഭിഷേകം ചെയ്യുക. ശക്തിധൻ ശക്തിധൻ അഭിഷേകം, അഗ്നിധൻ അഭിഷേകം, വിശുദ്ധിധൻ അഭിഷേകം, ഈ ദാസരിലേഖനമേ. ആഗ്രഹിച്ചേറ്റു പറഞ്ഞേ. ശക്തിധൻ അഭിഷേകം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിധൻ അഭിഷേകം, വളരട്ടെ, വളരട്ടെ. വിശുദ്ധിധൻ ഓരോ അഭിഷേകം, ജീവിതത്തിലും ഓരോ കുടുംബത്തിലും വളരട്ടെ. ദാസരിലേഖനമേ. ഇരു കരങ്ങളും കർത്താവിനെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മ അഭിഷേകം ഇറങ്ങി വരികയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതാ നമ്മുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഒരു പുത്തൻ അഭിഷേകം ദൈവത്തിന് ആത്മാവ് പകർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊന്നുപിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേലും കൊണ്ട് അഭിഷേക കരങ്ങൾ നീട്ടണമേ. സ്നേഹത്തിന്റെ കരങ്ങൾ, കൃപയുടെ കരങ്ങൾ, മഹത്വത്തിന്റെ കരങ്ങൾ. ഹാല 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 ഹാല. ബന്ധന കെട്ടുകൾ അഴിയട്ടെ. എല്ലാ സാത്താൻ മുഖങ്ങളും ഒടിയട്ടെ. ദൈവജനം പരിപൂർണമായ അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ ദൈവമേ, അത്ഭുതത്തിന്റെ കർത്താവേ, അടയാളങ്ങളാലെ വചനത്തെ സ്ഥിരീകരിക്കണമേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേൽ അഭിഷേക കരങ്ങൾ കിട്ടണമേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ പാടട്ടെ. ശക്തിധൻ അഭിഷേകം, അഗ്നിധൻ അഭിഷേകം, വിശുദ്ധിധൻ അഭിഷേകം, ഈ ദാസരിലേഖനമേ. സർവ്വേറ്റി പാടുകേ. പകരുക, പകരുക, പകരുക. ഓരോ വ്യക്തികളിലേക്ക് പകരുക. ഈ തലമുറയിലേക്ക്, കുടുംബങ്ങളിലേക്ക് പകരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കണമേ. പരിശുദ്ധമേ, വിശുദ്ധോസപിതാവേ, സകല വിശുദ്ധരെ, അനാഥമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സർവാധിപത്യത്തെ കുറിച്ചാണ്. നമ്മുടെ ദൈവം
സർവാധിപത്യമുള്ള ദൈവമാണ്. സോവറിൻ ഗോഡ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ദൈവത്തിന്റെ സ്വഭാവമാണ് ഈ സർവാധിപത്യം എന്നുള്ളത്. ഈ സ്വഭാവത്തെക്കുറിച്ച് ഒരു യഥാർത്ഥ തിരിച്ചറിവ് നമുക്ക് ലഭിച്ചാൽ നമ്മൾ പിന്നെ അസ്വസ്ഥപ്പെടുകയോ ആകുലപ്പെടുകയോ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ ഭാരപ്പെടുകയോ ചെയ്യുകയില്ല. ദൈവത്തിന്റെ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രമാണ് നമ്മുടെ ജീവിതങ്ങളിൽ എന്താണെങ്കിലും സംഭവിക്കുന്നത്. 138 സങ്കീർത്തനം 8 തിരുവചനത്തിൽ ദൈവവചനം പ്രഖ്യാപിക്കുകയാണ്, എന്നെ കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ ദൈവം മതിയായവനും ശക്തനുമാണെന്ന് വചനം പ്രഖ്യാപിക്കുകയാണ്. അതിന് സയൻസിന്റെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല. ഗവൺമെന്റുകളുടെ സബ്സിഡി ദൈവത്തിന് ആവശ്യമില്ല. കാലാവസ്ഥ പ്രതികൂലമാണോ അനുകൂലമാണോ അത് ദൈവത്തിന് വിഷയമേ അല്ല. ഈ ലോകത്തിലെ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും മനുഷ്യരുടെയും കയ്യടിയോ അംഗീകാരമോ ദൈവത്തിന് ആവശ്യമില്ല. കാരണം അവൻ സർവാധിപത്യമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത? പ്രവാചകനായ യെശയ്യ ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. 40 അധ്യായം 12 തിരുവചനം, കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആര്? അത് നമ്മുടെ ദൈവമായ കർത്താവാണ്. നമ്മുടെ കർത്താവിന്റെ സ്വഭാവം ഇതാണ്. സമുദ്രത്തെ തന്റെ കൈകളിൽ കോരിയെടുക്കാൻ പറ്റും. അത്രമാത്രം ഉന്നതനാ ദൈവം. ഭൂമിയിലെ എല്ലാ പൊടികളെയും തന്റെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നവൻ. ഇത്രമാത്രം വിശാലമായി കിടക്കുന്ന ആകാശമണ്ഡലത്തെ തന്റെ കയ്യിലെ ഒരു ചാണുകൊണ്ട് ഒതുക്കുന്നവൻ. എവറസ്റ്റ് പോലെയുള്ള കൊടുമുടികളെ കുന്നുകളെ തന്റെ തുലാസിൽ തൂക്കി നോക്കുന്നവൻ. പർവ്വതങ്ങളെ വെള്ളിക്കോലിൽ അതിന്റെ തൂക്കം നിശ്ചയിക്കുന്നവൻ. ദൈവത്തിന്റെ ആ സർവശക്തിയെയും അവന്റെ സർവാധിപത്യത്തെയും ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തും. ഇങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ നമ്മൾ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ പ്രതിസന്ധികളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തകർച്ചകളെ ഓർത്ത് നമ്മൾ ആരും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ദൈവവചനത്തോട് ദൈവം വെളിപ്പെടുത്തുന്ന ഈ പ്രോമീസിൽ, ഈ വാഗ്ദാനത്തിൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അവർ സ്വരമുയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വാ. അവിടെ പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാൻ പറ്റും, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായ നബൂഖദ്നേസർ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. 4 അധ്യായം 35 വാക്യം, സകല ഭൂവാസികളും അവിടുത്തെ മുൻപിൽ ഒന്നുമല്ല, മനുഷ്യർ ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ല. മനുഷ്യർ എന്തോരം അധികാരമുള്ളവരാകട്ടെ, വിദ്യാഭ്യാസമുള്ളവരാകട്ടെ, പലവിധ പൊസിഷനുള്ളവരാകട്ടെ, വചനം പറയുന്നു മനുഷ്യർ ദൈവത്തിന് മുൻപിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തന്റെ ഇച്ഛയ്ക്കൊത്ത് ദൈവം പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയുവാനോ എന്താണ് ഈ ചെയ്തതെന്ന് ചോദിക്കുവാനോ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചരിത്രം പരിശോധിക്കുകയും കാണാം. നമ്മുടെ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ല. ചരിത്രത്തിൽ വാഴുന്നത് ഭരണകൂടങ്ങളല്ല. ചരിത്രത്തെ നിയന്ത്രിക്കുന്നതും ചരിത്രത്തിൽ വാഴുന്നതും നമ്മുടെ ദൈവമായ കർത്താവാണ്. ദാനിയേൽ പ്രവാചകന്റെ 2 പുസ്തകത്തിലോട്ട് വരുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. 21 തിരുവാക്യം, സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. ഈ ചരിത്രത്തിൽ എന്ത് സംഭവിക്കണം, ഈ ചരിത്രത്തിൽ എന്ത് വെളിപ്പെടണം എന്ന് നിശ്ചയിക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരല്ല, ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരല്ല, ഇവിടെയുള്ള മറ്റു പല വർഗീയവാദികളല്ല.
സ്വർഗത്തിലെ ദൈവമാണ്, സർവാധിപത്യമുള്ള ദൈവം. വീണ്ടും വചനം വെളിപ്പെടുത്തുന്നു, രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടെ നിന്നാണല്ലോ. ഗവൺമെന്റുകൾ, ഏത് ഗവൺമെന്റ് വരണം, ഈ രാജ്യത്തെ ആര് ഭരിക്കണം, ഇത് നിയന്ത്രിക്കുന്നത് ഞാനോ നിങ്ങളല്ല, ഇത് തീരുമാനിക്കുന്നത് ആ രാജ്യത്തിലെ വ്യക്തികളല്ല. ആരാന്നാ പറയുന്നത്? ദൈവമാണ്. ഇത് ദൈവത്തിന്റെ സർവാധിപത്യത്തെ വെളിപ്പെടുത്തുന്നത്. ഈ തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പഴയ നിയമത്തിൽ പ്രവാചകനായ മോശയുടെ ജീവിതമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങളെ ഞാൻ അതൊന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 1-2 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അവിടെ 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഇസ്രായേലിന്റെ സന്താന പരമ്പര വർദ്ധിച്ചു, വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു. അതിശക്തമായ വിധത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്ത് രാജ്യത്ത് വളരുകയാണ്. ഈ വളർച്ച ഈജിപ്തിന് അധികാരിയായ ഫറവോയെ ഭയപ്പെടുത്തി. ഫറവോ പറഞ്ഞു, വാക്യം 10, ഒരു യുദ്ധമുണ്ടായാൽ ഈ ജനത ശത്രുപക്ഷത്തോട് ചേർന്ന് യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യം പിടിച്ചടക്കുമോ? അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് ഫറവോ തന്റെ സേവകന്മാരോട് പറഞ്ഞു, നമുക്കിവരോട് വളരെ തന്ത്രപൂർവ്വം പെരുമാറാം, ഇവരുടെ സംഖ്യ വർദ്ധിക്കാതിരിക്കുവാനായി നമുക്കിവരെ പീഡിപ്പിക്കാം. അങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആവുന്ന കാര്യങ്ങളല്ല ഈജിപ്ത് പാർലമെന്റ്, ഈജിപ്ത് ഗവൺമെന്റ് തീരുമാനമെടുത്ത് നടപ്പിലാവുകയാണ്. എന്നാൽ അതെല്ലാം പാഴായി പോവുകയാണ്. അവസാനം ഫറവയും അവന്റെ സേവകരും ചേർന്ന് ഒരു നിയമം രാജ്യത്ത് പാസാക്കി. ആ നിയമം ഇതായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 1-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. അപ്പോൾ ഫറവോ ജനങ്ങളോട് കൽപ്പിച്ചു, ഹെബ്രായർക്കാർക്ക് ജനിക്കുന്ന, ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയട്ടെ. ഈജിപ്ഷ്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കുകയാണ്, ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ. അങ്ങനെ ദൈവജനത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ ഫറവയും അവന്റെ സേവകരും തീരുമാനമെടുക്കുകയാണ്. ഒരു പൈശാചികമായ നിയമം, തിന്മ നിറഞ്ഞൊരു നിയമം രാജ്യത്ത് പാസാക്കി. ഞാൻ ആത്മാവിൽ പറയട്ടെ ദൈവമക്കളെ, ലോകരാജ്യങ്ങളിൽ പാസാക്കുന്ന നിയമങ്ങൾ വരെ, അത് എന്തു നിയമമായിക്കൊള്ളട്ടെ, ദൈവത്തിന് തന്റെ നിശ്ചയം നിറവേറ്റുവാൻ ആ നിയമങ്ങളൊന്നും തടസ്സമല്ല. ദൈവത്തിന് തന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ ലോകരാജ്യങ്ങളിൽ പാസാക്കുന്ന നിയമങ്ങളോ ഗവൺമെന്റുകളോ നിയമസംഹിതകളോ തടസ്സമല്ലെന്ന് വചനം ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാം തിരുവചനത്തിലോട്ട് വാ. അവിടെ നമുക്ക് കാണാൻ പറ്റും, രാജ്യത്ത് നിയമം നിലനിൽക്കുമ്പോഴാണ് മോശ എന്ന ആൺകുഞ്ഞ് ജനിക്കുന്നത്. എന്തുമാത്രം പ്രതികൂലത്തിന് നടുവിലാണ് മോശ ജനിച്ചത്. എന്നാൽ മോശയെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് ഒരു നിശ്ചയമുണ്ടായിരുന്നു. ദൈവത്തിന് സർവാധിപത്യത്തിന്റെ പ്രവർത്തികളാണ് ഇവിടെയെല്ലാം വെളിപ്പെടുന്നത്, എനിക്ക് നിങ്ങൾക്കും കാണുവാനായി കഴിയുന്നത്. ആ കുഞ്ഞിന്റെ കരച്ചിൽ, ആ കുഞ്ഞിന്റെ കളി, ആ കുഞ്ഞിന്റെ ചലനങ്ങൾ, ഇതൊന്നും കേൾക്കാതിരിക്കത്തക്ക വിധം ദൈവത്തിന് അത്ഭുതകരമായ സംരക്ഷണം ആ കുടുംബത്തിന് മേൽ, ആ കുഞ്ഞിന് മേലുണ്ടായിരുന്നു. ഇവർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെ എന്തു ചെയ്യണം. ദൈവം തന്റെ ജ്ഞാനത്തിൽ ഒരു കാര്യം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരു ഞാങ്ങണ പേടകം അവരുണ്ടാക്കുകയാണ്. ആ പേടകത്തിൽ ആ കുഞ്ഞിനെ കിടത്തി അതിന് പുറത്ത് കീല് തേച്ച് നൈൽ നദിയിൽ ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുകയാണ്. ആ പേടകത്തിൽ കിടത്തിയിട്ട് നൈൽ നദിയിൽ ഒഴുക്കി വിടുകയാണ്. ഈ നൈൽ നദിയുടെ പ്രത്യേകത, ചീങ്കണ്ണികളുടെ വിരഹ കേന്ദ്രമാണ് നൈൽ നദി. ഒത്തിരി ചീങ്കണ്ണികൾ ഈ നൈൽ നദിയിലുണ്ട്. എന്നാൽ ഒരു ചീങ്കണ്ണി പോലും ഈ കുഞ്ഞിനെ ഉപദ്രവിക്കുകയോ ആ ഞാങ്ങണ പേടകത്തെ നശിപ്പിക്കുകയോ ചെയ്തില്ല. കാരണം അവിടെയെല്ലാം സർവാധിപത്യമുള്ള ദൈവത്തിന്റെ അത്ഭുതത്തിന് കരങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ആത്മാവിൽ വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതങ്ങളിൽ ഇതുപോലെ ചില കാര്യങ്ങൾ സംഭവിക്കാം. ആകസ്മികമായി നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങൾ ഉണ്ടാകാം, തകർച്ചകൾ ഉണ്ടാകാം, ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നന്മയാകാം, തിന്മയാകാം, എന്തുമായിക്കൊള്ളട്ടെ. എന്തു തന്നെ സംഭവിച്ചാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോ, ഇതൊന്നും ദൈവത്തിന് തന്റെ നിശ്ചയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ തടസ്സമല്ലെന്ന് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു, ഈ പ്രശ്നത്തോടുകൂടി എല്ലാം തീർന്നു, ഈ പരാജയത്തോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു,
ഞാനിതാ നശിച്ചു പോവുകയാ, ഞാൻ തീർന്നു പോവുകയാ എന്നൊക്കെ നമുക്ക് തോന്നുമാറ് ഒരുപാട് പ്രതികൂലങ്ങൾ നമ്മുടെ നേരെ തള്ളിയലച്ച് വരുന്നതായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ദൈവത്തിന്റെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ പ്രിയമുള്ളവർ അതൊന്നും ഒരു വിഷയമല്ല. ഹല്ലേലൂയ. ദൈവം എനിക്കും നിങ്ങൾക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. പിന്നെ എന്തിനാ നമ്മൾ അസ്വസ്ഥരാക്കണേ? വിവിധ മേഖലകളിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെ ഓർത്തോ, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ ഓർത്തോ നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട. ദൈവം അത് ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണതയിലെത്തിക്കാൻ കർത്താവിന് കഴിയും. കുടുംബജീവിതം, കർത്താവ് ഒരു കുടുംബത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉത്തരവാദിത്തം, ഒരു പ്രത്യേകമായ ദൗത്യം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്വസ്ഥരാകണ്ടെന്നേ. പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, നമ്മളെ മൂടുമാറുള്ള ചില തകർച്ചകൾ നമ്മളെ ആവരണം ചെയ്യാം. പക്ഷേ ദൈവം എന്തിനായി അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചുവോ ആ ഉദ്ദേശം, ആ നിശ്ചയം ദൈവത്തിന് നിറവേറ്റാൻ പറ്റും. ഈ ഒരു ബോധ്യം നമ്മുടെ അകത്ത് ഒരു അഭിഷേകമായി കത്തുവാൻ ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇവിടെ ആ ഞാങ്ങണ പെട്ടകത്തിൽ മോശ എന്ന കുഞ്ഞിനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് യഹൂദ ചരിത്രകാരനായി ജോസഫസ് പറയുന്നുണ്ട്, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഫറവയുടെ മകള് നൈൽ നദിയിൽ കുളിക്കാനായിട്ട് വരിക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ഞാങ്ങണ പേടകത്തിൽ മോശയെ ഒഴുക്കി വിട്ട അതേ ദിവസം ഫറവയുടെ മകള് വരണമെങ്കിലോ അത് ആരുടെ പ്രവർത്തന? മനുഷ്യന്റെ പ്രവർത്തനമാണോ? ദൈവത്തിന്റെ പ്രവർത്തനമല്ലേ? അതേ ദിവസം സെയിം ഡേ അവള് കടന്നു വരികയാ. അത് നൈൽ നദിയിൽ ഒരുപാട് പടകുകളുണ്ട്, കുളിക്കാനുള്ള ഒരുപാട് പടകുകളുണ്ട്. ഈ ഞാങ്ങണ പേട്ടകം കൃത്യം ഫറവയുടെ മകള് കുളിക്കാൻ വന്ന അതേ പടകിലേക്ക് ലക്ഷ്യമാക്കി കൊണ്ടുപോയി. ഇതാരാ കൊണ്ടുപോകണേ? ദൈവമല്ലേ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളല്ലേ. പലപ്പോഴും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ശുശ്രൂഷ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് ഇതുപോലെ ഇടപെട്ട എത്രയോ അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാൻ കഴിയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ള നൂറുകണക്കിന് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റും. ഇവിടെ ആ ഞാങ്ങണ ചെടിയിൽ തട്ടി ഈ ഞാങ്ങണ പേടകം നിൽക്കുകയാ. പെട്ടെന്ന് മോശ എന്ന കുഞ്ഞ് കരയുകയാ. ആ കുഞ്ഞിനെ കരച്ചിൽ കേട്ട് ഫറവയുടെ മകൾ ഓടിച്ചെന്ന് ആ പേടകം തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ സുന്ദരനായ തുടുത്തുടുത്ത് കോമളനായ ഒരു ആൺകുഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. ആ കുഞ്ഞിനെ കണ്ട മാത്രയിൽ ദൈവം ഇടപെടുകയാ. ഫറവയുടെ മകളുടെ ഹൃദയത്തിൽ കർത്താവ് ഒരു വാത്സല്യം കൊടുത്തു, ആ കുഞ്ഞിനുള്ള സ്നേഹം കൊടുത്തു. ആ കുഞ്ഞിനെ അവൾ എടുത്തു. ഈ സമയത്ത് തന്റെ അനുജന് എന്താണ് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി മോശയുടെ സഹോദരിയായി മിരിയാം, അവൾക്കൊരു 6-7 വയസ്സ് പ്രായം കാണും ചിലപ്പോൾ, അവള് അതൊക്കെ നോക്കി കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് വിവേകത്തോടു കൂടി ഇടപെടുകയാ. ഫറവയുടെ മകളോട് ചെന്ന് പറഞ്ഞു, ഈ കുഞ്ഞിനെ മുലയൂട്ടി വളർത്താൻ ഞാൻ ഒരു സ്ത്രീയെ കൊണ്ടുവരാം, നിനക്കത് ഇഷ്ടമാണോ? ഈ പെൺകുട്ടി മിരിയാം എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ കാര്യം ഫറവയുടെ മകളോട് പറഞ്ഞപ്പോൾ അത് കൃത്യതയോടെ സ്വീകരിക്കുവാനുള്ളൊരു തുറവി ദൈവം അവൾക്ക് കൊടുത്തു. ഇതൊക്കെ ദൈവം ചെയ്യുന്നേ, നമ്മുടെ ജീവിതങ്ങളിൽ ഇത് ചെയ്യും. മോശ എന്ന ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവം തന്നെ നമ്മളെ വിളിച്ചിരിക്കുന്നത്, ആ ദൈവം തന്നെ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ആ ദൈവം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളിതിനെ അസ്വസ്ഥപ്പെടണേ. ദൈവത്തിന്റെ സർവാധിപത്യത്തിൽ പുറമങ്ങ് വിശ്വസിച്ച് അത്ഭുതങ്ങൾ കാണാം. അവൾക്കൊരു തുറവി ദൈവം കൊടുത്തു. എന്താ ഉണ്ടായത്? ഫറവയുടെ മകള് പറഞ്ഞു, ശരി, അങ്ങനെ കുഞ്ഞിന് കൊടുത്തു വിടുകയാ. മോശയുടെ അമ്മ തന്നെ അവനെ പാലൂട്ടി വളർത്തി. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, രാജ്യത്ത് ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയാൻ നിയമം പാസാക്കിയ ആ വ്യക്തിയുടെ മകളാ ഇവള്. ആ ഫറവയുടെ പൊന്നുമകളാണ് ഇവള്. ആ മകളാണ് മോശ എന്ന കുഞ്ഞിനെ സ്വന്തം മകനായി സ്വീകരിച്ചത്. മാനുഷികമായി ചിന്തിച്ചാൽ ഇമ്പോസിബിൾ ആണ്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണോ? പക്ഷേ ഇതൊക്കെ നമുക്കാ വിഷയം. എന്നാൽ ദൈവത്തിന് ഇതൊന്നൊരു വിഷയമല്ല. കാരണം അവൻ സോവറിൻ ഗോഡാണ്, സർവാധിപത്യമുള്ള ദൈവമാണ്. സകല മനുഷ്യരും അവന്റെ രാജകീയമായ അധികാരത്തിന് കീഴിലാണ്. വിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം
ഏത് ഫറവയാണോ ഇസ്രായേൽക്കാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെ കൊന്നുകളയാൻ പറഞ്ഞത്, അതേ ഫറവയുടെ കൂടെ ദൈവം മോശയെ വളർത്തി. ആ ഫറവയുടെ ഒരു പേരക്കുട്ടിയായി, ഒരു കൊച്ചുമോനായി ദൈവം മോശയെ വളർത്തുക. ആ ഫറവയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച്, അതേ ഫറവയുടെ കൂടെ ഉച്ചഭക്ഷണം കൊടുത്ത്, ഡിന്നർ കൊടുത്ത്, സപ്പർ കൊടുത്ത്, ആ ഫറവയുടെ ആ ബെഡിൽ, കിടപ്പറയിൽ ഇതാ ഒരു കൊച്ചുമോനായി ഫറവ താൻ മോശയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാ. ഇതുപോലെ ദൈവം മോശയെ വളർത്തി വലുതാക്കി. ഈജിപ്തിന്റെ എല്ലാ വിദ്യാഭ്യാസവും പഠിപ്പിച്ചു. ഈജിപ്തിന്റെ എല്ലാ അറിവുജ്ഞാനവും മോശ നേടി. മോശയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ നിശ്ചയം ദൈവം നിറവേറ്റുകയാ. നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്ക്, എന്തൊക്കെ പ്രതികൂലങ്ങൾ ഉണ്ടായി. ആ രാജ്യത്തുണ്ടായിരുന്ന നിയമങ്ങള്, ആ രാജ്യത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങള്, ദൈവജനത്തിന് പ്രതികൂലമായി വന്ന ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിട്ടും ദൈവം അത്ഭുതകരമായി തന്റെ തീരുമാനം മോശയുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. എന്തായിരുന്നു ആ നിശ്ചയം? ഇസ്രായേൽ ജനത്തിനെ ഈജിപ്തിൽ നിന്ന്, ഫറവയുടെ അടിമത്തത്തിൽ നിന്ന് മോശയിലൂടെ ഒരു വിടുതൽ കൊടുക്കുക. ദൈവം അത് പ്രവർത്തിച്ചു. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലുണ്ടായ തകർച്ചകളെ ഓർത്ത്, ആകസ്മികമായി ഉണ്ടായ ദുരന്തങ്ങളെ ഓർത്ത്, പ്രതിസന്ധികളെ ഓർത്ത് നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ദൈവം കൃത്യതയോടെ പ്രവർത്തിക്കുന്നേ. ദൈവത്തിനൊരു തീരുമാനമുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് നിശ്ചയമുണ്ട്. നിന്റെ ശുശ്രൂഷയെക്കുറിച്ച്, നിന്റെ പഠനത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ ബിസിനസിനെ കുറിച്ച്, നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ സമർപ്പിത ജീവിതത്തെക്കുറിച്ച് അതേ ദൈവത്തിന് നിശ്ചയമുണ്ട്. അത് ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്വരൂപനായി പരിശുദ്ധ കുർബാനയായി നമ്മെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനും സുഖപ്പെടുത്തുവാനുമായി ഈ മണിക്കൂറുകളിൽ അരുളിക്കായിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഏറെ ഒരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി വലിയ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു, നമ്മുടെ ദൈവം സർവാധിപത്യമുള്ളവനാണ്. സോവറിംഗ് ഗോഡ്. ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് തുറന്നു പിടിക്കുക. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുക. ഇതൊരു സമർപ്പണത്തിന്റെ സമയമാണ്. നമ്മുടെ വേദന എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ തകർച്ച എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈശോയോട് പറ, ഈശോയ്ക്ക് ഏൽപ്പിക്കേ. ഇതെല്ലാം ഏറ്റെടുക്കുവാനാണ് ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നത്. വർഷങ്ങളായി രോഗികളായി കഴിയുന്ന അനേകം വ്യക്തികളിലേക്ക് ഈ സമയം കർത്താവിന്റെ കൃപ സൗഖ്യമായി ഒഴുകപ്പെടുകയാ. ഹല്ലേലൂയ. സാമ്പത്തികമായി തകർന്ന് എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിച്ച് വളരെ നിരാശപ്പെട്ടിരിക്കുന്ന അനേകരെ ഈ സമയം കർത്താവ് അത്ഭുതകരമായി വിടിവിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗം പകരുന്ന ഈ അഭിഷേകം ഏറ്റെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത് അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിടുതലിന്റെ സമയമാണ്. ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഇതാ അനേകം ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം അത്ഭുതമായി, അഭിഷേകമായി, സൗഖ്യമായി, വിടുതലായി ഒഴുകിക്കൊണ്ടിരിക്കുക. സ്വീകരിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ പരിശുദ്ധാത്മാവേ.
കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കണമേ. സഭാ സമൂഹങ്ങൾ അനുഗ്രഹിക്കണമേ. തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കണമേ. സമർപ്പണ ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ മണ്ഡലങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കണമേ. കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. ദൈവം നിനക്ക് വേണ്ടി എപ്രകാരം പ്രവർത്തിച്ചുവെന്നും അവൻ നിന്നോട് എങ്ങനെ കരുണ കാണിച്ചുവെന്നും നീ അവരെ അറിയിക്കുക.